തെങ്ങിലക്കടവ് ക്യാൻസർ സെന്ററിന്റെ നവീകരണ പ്രവർത്തനം ഇഴയുന്നു. 8 മാസം മുൻപ് ആരംഭിച്ച പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. കാടുമൂടി കിടക്കുന്ന സെന്ററും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെയും വവ്വാലുകളുടെയും വിഹാര കേന്ദ്രമാണ്. ഒറ്റനോക്കിൽ കണ്ടാൽ പ്രേതാലയമെന്ന് തോന്നുമെങ്കിലും ഇതൊരു ആതുരാലയമാണ്. 1997 തമിഴ്നാട് ഗവർണറായിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. അവരുടെ ബന്ധു കൂടിയായ ഡോക്ടർ ഹഫ്സത്ത് ഖാദർ കുട്ടിയായിരുന്നു സ്ഥാപനത്തിന്റെ ട്രസ്റ്റി. 2001 അന്നത്തെ കേരള ഗവർണർ ജസ്റ്റിസ് സുഖ്ദേവ് സിംഗ് ഉദ്ഘാടനവും നിർവഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ക്യാൻസർ രോഗം ബാധിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചികിത്സ ആവശ്യമുള്ള രോഗികളെയായിരുന്നു ഇവിടേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ കഷ്ടിച്ചൊരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചു. പിന്നീട് ഏറെക്കാലം പൂട്ടിക്കിടന്ന കെട്ടിടം 2010 സർക്കാരിലേക്ക് നൽകുകയായിരുന്നു. പീഡിയാട്രിക് ക്യാൻസർ സെന്റർ തുടങ്ങണമെന്ന ആവശ്യവുമായാണ് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് 6 ഏക്കറിലധികം ഭൂമി സൗജന്യമായി സർക്കാരിന് നൽകിയത്. എന്നാൽ ഇന്ന് 13 വർഷം പിന്നിടുമ്പോഴും സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. വളരെ പതുക്കെയാണ് പണികളൊക്കെ നടക്കുന്നത്. പിന്നെ അവിടെ പരിസരത്തൊക്കെ നിറച്ചും കാട് മൂടി വവ്വാലൊക്കെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ഭയാനകരമായ ഒരു അവസ്ഥയിലാണ് അവിടെ. അടുത്തുള്ളവർക്കൊക്കെ അവിടെ ആ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ തന്നെ ഒരു പേടിയുള്ള ഒരവസ്ഥയാണ്. വവ്വാല് വന്ന് നിറഞ്ഞിട്ട് നിപ്പേൻ്റെ സമയത്തൊക്കെ വെള്ളം കുടിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ വർഷങ്ങളായിട്ട് സർക്കാരിലേക്ക് വിട്ടുകൊടുത്ത 6 ഏക്കർ സ്ഥലമാണ്. ഇതുവരെ അവിടെ പിന്നെ പണി നടക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു ഉപകാരമാവുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. 6 മാസം കൊണ്ട് കെട്ടിടം പ്രവർത്തനയോഗ്യമാക്കുമെന്ന് 2022 മാർച്ചിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സാറ്റലൈറ്റ് സെന്ററായി ഈ കേന്ദ്രം പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. സർക്കാർ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച് നിലവിലുള്ള കെട്ടിടത്തിൽ സൗകര്യങ്ങൾ ഉറപ്പാക്കും. ക്യാൻസർ സ്ക്രീനിംഗ് സെന്റർ, കീമോതെറാപ്പി, പാലിയേറ്റീവ് കെയർ എന്നിവയ്ക്കായിരിക്കും തുടക്കത്തിൽ ഊന്നൽ നൽകുക തുടങ്ങിയ തീരുമാനങ്ങളും എടുത്തു. സ്ഥാപനം മികച്ച രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടറെയാണ് ചുമതലപ്പെടുത്തിയത്. ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ അനന്തമായി നീണ്ടുപോകുന്നത്. കാട് മൂടിക്കിടക്കുന്ന സെന്ററും പ്രദേശവും ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും വവ്വാലുകളുടെയും വിഹാര കേന്ദ്രമാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ചപ്പോൾ ഭീതിയോടെയാണ് ഈ പ്രദേശവാസികൾ കഴിഞ്ഞത്. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവള കേന്ദ്രമാവുകയാണ് ഈ സെന്റർ എന്ന് സമീപവാസികൾ പറയുന്നു. ഇവിടെ ഒരുപാട് കൊല്ലങ്ങളായി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ പണി വളരെ സ്ലോ ആണ്. ഒരു 10-15 വർഷമായി ഇത് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് പണിയെടുക്കും, പിന്നെ നിർത്തി വെക്കും, പിന്നെ കരാറുകാരൻ്റെ അടുത്ത് ഫണ്ട് ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അപ്പം രാത്രി കാലങ്ങളിൽ ഇവിടെ പല ഏർപ്പാടുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രി സമയത്തൊക്കെ ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ അയൽവാസികൾക്കൊക്കെ പേടിയാണ്. ഇതിന് സർക്കാർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നമ്മളെയൊക്കെ വിശ്വാസം. എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് സെന്റർ പ്രവർത്തനയോഗ്യമാക്കണമെന്നാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറാമാൻ സനലിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.